തെലങ്കാന ഹൈദരാബാദ് ക്ഷേത്രത്തിനുള്ളിൽ ആസിഡ് ആക്രമണം നടന്നു. സെയ്താബാദ് ഭൂലക്ഷ്മി മാതാ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിലുണ്ടായിരുന്ന ജീവനക്കാരനെയാണ് ആക്രമിച്ചത്. തലയിലാണ് ആസിഡ് ഒഴിച്ചത്. ആക്രമണത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ് പറയൂ റഹീസ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമാണല്ലോ നമ്മൾ ഈ കാണുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ ഹൈദരാബാദ് സെയ്താബാദ് ഭൂലക്ഷ്മി മാതാ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിലുണ്ടായിരുന്ന ജീവനക്കാരന് നേരെ ആസിഡ് ആക്രമണം ഉണ്ടാകുന്നത്. വൈകിട്ടോടുകൂടി ഒരാൾ ക്ഷേത്ര കൗണ്ടറിലേക്ക് വരുന്നു. ശേഷം ഇയാളുമായി കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് നർസിംഗ് റാവു എന്നാണ്. അപ്പോൾ ഈ വഴിപാട് കൗണ്ടറിലുണ്ടായിരുന്ന ജീവനക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാൾ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്ത് തലയിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തലയിലുണ്ടായിരുന്ന പുകച്ചിൽ കാരണം എഴുന്നേറ്റപ്പോഴാണ് ഹാപ്പി ഹോളി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറി വരുമ്പോൾ ഇയാൾ മുഖം മറച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ തൊപ്പി വെച്ചിരുന്നു. എന്നാൽ വഴിപാട് കൗണ്ടറിലേക്ക് എത്തുമ്പോൾ ഇയാൾ മുഖം മറയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ ഒരു നഴ്സിംഗ് റാവുവിന് ഗുരുതരമായി തന്നെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ തൊട്ടടുത്തുള്ള യശോദ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. അങ്ങനെ ഇയാൾ ചികിത്സയിലിരിക്കുന്നു. പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. മുൻ വ്യക്തിവൈരാഗ്യം മൂലം എങ്ങാണമാണോ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇനി അഥവാ മാനസികാസ്വാസ്ഥ്യമുള്ള ഏതെങ്കിലും ആളാണോ ഇതിന് പിന്നിലെന്നും സംശയമുണ്ട്. പക്ഷേ ഇത്തരമൊരു പ്ലാനിംഗ് ആക്രമണമായതുകൊണ്ട് തന്നെ വ്യക്തിവൈരാഗ്യമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വല്ലാത്തൊരു രംഗമാണ് നമ്മൾ കണ്ടത്. ഏതെല്ലാം രീതിയിലാണ് മനുഷ്യൻ ഹീന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത് ആരും അനുകരിക്കാൻ പാടില്ല. ഇത്തരം അക്രമങ്ങളിലേക്ക് ആരും മനസ്സ് വയ്ക്കാനും പാടില്ല. ആലോചിക്കുക പോലും ചെയ്യരുത്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഈ വീഡിയോകളൊക്കെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത് കണ്ടുവന്ന് വരാം. പക്ഷേ യൂട്യൂബിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ കാണുക.